ലോകാവസാനം വരെ എല്ലാ ദിവസവും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്തുകൊണ്ട് കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തി. അങ്ങനെ എന്നെന്നും നമ്മോടുകൂടെ ജീവിക്കാനുള്ള മാർഗം അവിടുന്ന് കണ്ടുപിടിച്ചു. വിശുദ്ധ കുർബാന. നിങ്ങളുടെ കൂടെ ഈ പെസഹ ആഘോഷിക്കുവാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചു വന്നു. സ്വർഗരാജ്യത്തിൽ ഇനി ഒരുമിക്കുന്നതുവരെ വീഞ്ഞിന്റെ പാത്രത്തിൽ എന്റെ വിരൽ തൊടുകയില്ല. സ്വർഗത്തിൽ നാം ഇനി ചേരും വരെയും വീഞ്ഞിന്റെ മധുരം ഞാൻ നുകരില്ല പ്രിയരേ. ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ. സ്നേഹിതരെ, മരണം കഴുകനെ പോലെ പറന്നിറങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങളിൽ ഒരാൾ എന്നെ തള്ളിപ്പറയും. ഞാനാണോ ഗുരു? അത് ഞാനാണോ? ശമയോൻ. എങ്കിലും എന്റെ ഹൃദയം നിങ്ങൾക്കു വേണ്ടി തുടിക്കുന്നു. ഇതാ, ഇത് അപ്പമല്ല, എന്റെ ശരീരമാകുന്നു. വാങ്ങി ഭക്ഷിക്കുവിൻ. ഈ വീഞ്ഞല്ല പ്രിയരെ, പൊട്ടിയൊഴുകുന്ന എന്റെ ഹൃദയരക്തം തന്നെയാണ്. ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഗുരു, ഞാൻ പോകുന്നു. യൂദാ, നീ മുക്കിത്തന്ന അപ്പം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. യൂദാ, നീ ചെയ്യാൻ ഉറപ്പിച്ചത് ശാന്തമായി ചെയ്തുകൊള്ളൂ. പക്ഷെ അപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതൊക്കെ നിന്റെ ചങ്കിൽ ഉണ്ടാവട്ടെ. ശമയോൻ, യൂദാ, യാക്കോബേ, യോഹാൻ, മുമ്പിൽ വരാൻ ആഗ്രഹിക്കുന്നവനെന്നും പിമ്പിലായിരിക്കട്ടെ. ഒരു കാര്യം, നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിയാൽ അന്ത്യം വരെ നിങ്ങൾ ഭിന്നിക്കും. മറിച്ച് എന്റെ നാമത്തെ നോക്കിയാൽ നിങ്ങളെന്നും ഒന്നിക്കും. ഒരു തൊഴുത്തും ഒരിടയനുമാകണം. ഭിന്നതകളുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന സാത്താനെ കാണാതെ പോകരുത്. മാപ്പ് പറഞ്ഞു തീർക്കാനാവാത്തതൊന്നും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. ഈ ഇരുട്ട് എന്നെ ഭയപ്പെടുത്തുന്നു. ദൈവമേ, എന്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു. ഞാനിത് ക്ഷീണിച്ചിരിക്കുന്നു. വരാൻ പോകുന്ന നിമിഷങ്ങൾ
എന്റെ ഹൃദയം അപാരമായ ദുഃഖത്താൽ നീറുന്നു. ആബാ, ആബാ. മകനെ, ഞാൻ നിന്നെ ലോകത്തിന് നൽകിയത് നിത്യജീവൻ പ്രദാനം ചെയ്യുവാൻ വേണ്ടിയാണ്. നിന്നിലൂടെ മനുഷ്യവർഗത്തിന് കൈവന്ന രക്ഷയുടെ സദ്വാർത്ത ലോകം മുഴുവനും അറിയണം. പിതാവേ, എന്റെ പിതാവേ, അങ്ങ് സർവശക്തനാണ്. കഴിയുമെങ്കിൽ ഈ ഒരു മണിക്കൂർ എന്നിൽ നിന്നും നീക്കിത്തരണം. മരണത്തിന്റെ മേൽ നീ വിജയം കൈവരിക്കും. പാപത്തിന്റെ ദാസ്യത്തിൽ അമർന്ന മനുഷ്യന് അത് ദീപമായിരിക്കും. അതോടെ മനുഷ്യർ മാത്രമല്ല, ഈ സൃഷ്ടപ്രപഞ്ചവും നവീകരിക്കപ്പെടും. നിന്റെ പുനരുത്ഥാനം ഓരോ മനുഷ്യന്റെയും പുനരുത്ഥാനത്തിന്റെ അച്ചാരമാണ്. മരണത്തിൽ നിന്ന് നീ ഉയർത്തെഴുന്നേൽക്കുന്നതുപോലെ അവരുടെ ശരീരങ്ങളും ഉയർപ്പിക്കപ്പെടും. മരണവും ഉത്ഥാനവും വഴി മഹത്വത്തിലേക്ക് പ്രവേശിക്കുക. പിതാവേ, എന്റെ പിതാവേ. പേരിൽ ഒരുവനായ യൂദാസ് അവിടെയെത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും ജനപ്രമാണികളുടെയും അടുക്കൽ നിന്ന് വാളും വടികളുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഈ അടയാളം നൽകിയിരുന്നു: ഗുരു, അങ്ങേക്ക് സ്തുതി. യേശുവിനെ പിടിച്ചു ബന്ധിച്ചവർ പ്രധാന പുരോഹിതനായ കയ്യാഫാസിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി. പെസഹ ദിനത്തിലെ ഈ അന്ത്യത്താഴ ശുശ്രൂഷയും ഗെത്സമേൻ തോട്ടത്തിലുള്ള ഈശോയുടെ പ്രാർത്ഥനയും അവിടെ നിന്ന് ഈശോയെ പടയാളികൾ പിടിച്ചുകൊണ്ടുപോകുന്ന ചിത്രീകരണം നമ്മൾ കണ്ടു. വളരെ മനോഹരമായി, അത് ഒറിജിനലിനെ പോലെ തന്നെ വളരെ മനോഹരമായിട്ട് നമ്മുടെ യുവജനങ്ങൾ ചിത്രീകരിച്ചു. പ്രത്യേകിച്ച് എല്ലാ യുവജനങ്ങൾക്കും ഇടവകയുടെ പേരിലുള്ള അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. ഇനി നമുക്ക് അപ്പമൊരിക്കൽ ശുശ്രൂഷയിലേക്കാണ് പ്രവേശിക്കുക. പെസഹ ദിനത്തില് വൈകുന്നേരം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും അപ്പമൊരിക്കൽ ശുശ്രൂഷ നടത്തുന്ന പതിവുണ്ട്. ആ ശുശ്രൂഷ നമ്മള് ഇടവകയാകുന്ന കുടുംബം എന്ന പേരില് നമുക്ക് ഇവിടെ ഒരുമിച്ച് ചേർന്ന് നമ്മൾ നടത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ആമേൻ. അമ്മ കന്യാമണി തന്റെ
നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മനുഷ്യർക്ക് ഉൾക്കണി ചിന്തിച്ചുകൊള്ളുവാൻ ബുദ്ധിയും എൻ മനോവാക്കിൻ വശം പോൽ പറഞ്ഞാലോ കയുമില്ല അമ്മ കന്നേ തുണയെങ്കിൽ പറയാമൽപ്പം സർവമനുഷ്യർക്കു വന്ന സർവദോഷോ തരുത്തിന്ന